എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നെ എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് നേരമായി ഒരു ലൈവിന് വേണ്ടി ട്രൈ ചെയ്യുന്നു, പക്ഷേ അത് ശരിയാവുന്നില്ല. എനിവേ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ വരുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഒരു ദിവസം, ഇന്നലെ ഇന്നുമായിട്ട്, കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കാണുന്ന ഒരു വീഡിയോ ആണ്. ഒരു മുസ്ലിം ഹിജാബൊക്കെ ധരിച്ച ഒരു ചാനൽ അവതാരിക, അവരെ കാണുമ്പോൾ കയ്യിൽ മൈക്കെല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഈ ചാക്കിൻകെട്ടിൽ നടക്കുന്ന അവതാരികമാരുണ്ടെന്നുള്ളത് ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഇങ്ങനെ ഈ ചാക്കും കെട്ടും നിറച്ചുകൊണ്ട് നടക്കുന്ന ചാനൽ അവതാരികമാരെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഒരു ചാക്കുകെട്ടിനുള്ളിലുള്ള ഒരു അവതാരികയെ കാണുന്നു. അതൊരു വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. ചാക്കുംകെട്ടിലെ അവതാരിക നിരന്ന് നടന്ന് ഈ മറ്റുള്ളവരെ കൂടെ ചാക്കിലാക്കാനുള്ള ഒരു പരിപാടി കൊണ്ട് നടക്കുന്ന ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവര് തമിഴാണ് പേശണത്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണൂ. എന്നിട്ട് നമുക്ക് ഒരു സെക്കൻഡ് ഞാൻ ആ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഇതിൽ പറയുന്നത് ഒരു ഹിജാബ് ചലഞ്ചുമായിട്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പൊ ആർ യു റെഡി ഫോർ ദ ഹിജാബ് ചലഞ്ച് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ കാണുന്ന കുട്ടികൾ പറയുന്നുണ്ട് അത് എന്ത് ഓപ്ഷൻ ആണോ, അത് ഈ ചാക്കുംകെട്ടിൽ ഇറങ്ങിയ ഈ സ്ത്രീ തന്നെ ഒരുക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു വേഷം കെട്ടിക്കലാണോ എന്ന് നമുക്കറിയില്ല. കാരണം ഞാനൊന്നും റോട്ടിൽ കൂടെ നടക്കുമ്പോൾ, ഞാനോ അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് ഉള്ള പെൺകുട്ടികൾ, ഒരു കോമൺ സെൻസ് ഉള്ള കുട്ടികൾ ആരും ഈ വഴി കൂടെ നടക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ വന്നിട്ട് നിങ്ങളെ ഹിജാബ് കെട്ടുമ്പോൾ എങ്ങനെയുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ അതെന്തായാലും അത് എന്താ പറയാ സമ്മതിക്കാൻ പോകുന്ന ഒരു കാര്യമേ അല്ല. ബിക്കോസ് എനിക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. അപ്പൊ എന്ന പോലെ ഒരു അറിയാത്ത ഒരാൾ വന്നിട്ട് നമ്മളോട് ഹിജാബ് ഇട്ടാൽ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ വേറൊരു കോലത്തിലാക്കിയാൽ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഇത് വെള്ളരിക്കപ്പെട്ടൊന്നുമല്ല. ഒരാളോട് വന്നിട്ട് ഇങ്ങനെയുള്ള എന്താ പറയാ വായെ തോന്നുന്ന കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പറയാനായിട്ട് നടത്താൻ സാധിക്കും എന്നുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുമോ, അത് ഏത് നാട്ടിൽ നടന്നതാണെന്ന് എനിക്കറിയില്ല. തമിഴാണ് അവർ പേശുന്നത്. അപ്പോ உங்களுக்கு ഹിജാബ് പോട്ടാൽ എപ്പിടി ഇരിക്കുന്നു പാക്കട്ടു എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഹിജാബ് പോട്ട് പാക്കാൻ വേണ്ടിയിട്ട് അവര് വന്നിട്ട് പിന്നെ ഈ കുട്ടിയെ പബ്ലിക്കിന്റെ മുന്നിൽ, ഇത് പബ്ലിക്കിലാണ് നടക്കുന്നത്, ഒരു പബ്ലിക് വീഡിയോ ആണ്. അപ്പൊ അവരെ ഹിജാബ് ധരിപ്പിച്ച്, ഹിജാബിന്റെ വേഷം കെട്ടിച്ച് ഹിജാബ് ധരിപ്പിച്ച് ഹിജാബൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വാവ് நீங்க சூப்பரா இருக்கு, நீங்க ரொம்ப அழகா இருக்கு, நீங்க பார்க்கறதுக்கு ரொம்ப அழகா இருக்கு, நீங்க சூப்பரா இருக்கு എന്നെല്ലാം பேசிட்டு இதெல்லாம் வந்துட்டு இந்த மாதிரி இது கேரளாவில தமிழ்நாட்டுல நடந்தது தெரியாது, எனக்கு தெரியாது. பட் எனக்கு ஒண்ணுமே தெரியும், இது ஹிஜாப் வந்துட்டு எல்லாருக்குமே ஹிஜாபிന്റെ പരസ്യം போட்ட மாதிரி, எல்லாரையும் ஹிஜாப் பரஸ்யம் போட்ட மாதிரி, அந்த ஸ்திரீ ஆல்ரெடி அந்த சாக்கு கட்டில மூட்டி வச்ச மாதிரி, அந்த ஸ்திரீயை பார்த்தாலே தெரியும் അവരെ ഓൾറെഡി ചാക്കുംകെട്ടില് മൂട്ടി വെച്ച മാതിരി. ബട്ട് ഇനി ഒരു ജനറേഷനെ, ഇനി വരുന്ന ജനറേഷനെ കൂടെ ചാക്കുംകെട്ടിനകത്ത് ആക്കി പോട്ട് വെക്കുന്നതൊക്കെയുള്ള ആ ട്രെയിനിങ് ആണ് അവര് തരുന്നത്. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിന്റെ ബാക്കി കൂടെ കണ്ടോളൂ. സോറി, 1 സെക്കൻഡ്. ஹிஜாப் போட்டு நீங்க எப்படி இருக்கீங்க அப்படின்னு சொல்லி பார்க்கலாம். ஆர் யூ ஓகே ஃபார் தட்? இப்போ நீங்க சேலஞ்சுக்கு ரெடியா? நீங்க ரெடியா இருக்கீங்களா? யா ஃபைன். நீங்க வந்து இந்த ஹிஜாப்ல எப்படி இருக்கீங்கன்னு உங்களை பார்க்கலாமா? ஓகே, நீங்க ரெடியா?
കണ്ടില്ലേ? ഒരു പെൺകുട്ടിയല്ല ചെയ്യുന്നത്, മാറി മാറി മൂന്നോ നാലോ പെൺകുട്ടികളെ ചെയ്യുന്നുണ്ട്. ഈ ഹിജാബ് പോട്ടാൽ നിങ്ങൾ എപ്പടി ഇരിക്കും എന്ന് നമുക്ക് പോട്ട് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഹിജാബ് പോട്ടാൽ എപ്പടി ഇരിക്കും? ഒരു വാഴക്കുലയെ പോട്ടിട്ട് ചാക്കിൽ കെട്ടിയ മാതിരി മൂട്ടിയിരിക്കും. അത്രയല്ലേ ഉള്ളൂ. ഇത്രയ്ക്കും എക്സൈറ്റഡ് ആയിട്ട് പറയാൻ മാത്രം ഹിജാബ് പോട്ടാ എപ്പടി ഇരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം ഒരു പുതപ്പോ അല്ലെങ്കിൽ ഒരു ഷോളോ എടുത്തിട്ട് നിങ്ങളുടെ തലവഴി മൂടിക്കഴിഞ്ഞാൽ, നിങ്ങളെ കണ്ണ് മാത്രം വെളിയിൽ കാണിച്ചിട്ട് നിങ്ങളെ തലവഴി മൂടിക്കഴിഞ്ഞാൽ എപ്പടി ഇരിക്കും എന്ന് പറഞ്ഞാൽ അപ്പടിയല്ലേ ഇരിക്കണ്ടു. അതിന്റെ അപ്പുറത്തോട്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലാണ്ട് ഈ ഹിജാബ് എന്ന് പറയുമ്പം സത്യമായിട്ട് നമ്മൾ കിളി കൊത്താണ്ടിരിക്കാനായിട്ട് സാധാരണ വാഴക്കൊലകളൊക്കെ ചാക്കിൽ കെട്ടിവെക്കും. ഈ സിമന്റ് ചാക്കിലോ അല്ലെങ്കിൽ സാധാരണ ചാക്കിലോ വാഴക്കൊല കെട്ടിവെക്കും. അപ്പൊ ഈ വാഴക്കുല സിമന്റ് ചാക്കിനകത്ത് ഇറക്കി കെട്ടിവെച്ച പോലെ, അല്ലെങ്കിൽ ഒരു കറുത്ത ചാക്കിനകത്ത് ഒരു വാഴക്കുല കെട്ടി ഇറക്കിയാൽ എങ്ങനെയിരിക്കും? അപ്പടി ഇരിക്കും. അത്രേ ഉള്ളൂ. അതിത്ര പോട്ട് പാത്തിട്ട്, അതൊന്നും ഇത്ര പോട്ട് പാത്തിട്ട് പാക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? ഇത് തമിഴ്നാട്ടിലാണോ അതോ കേരളാവിലാണോ ഇതുപോലെ ഒരു ചാനൽ അവതാരിക നടക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആരാണെങ്കിലും ശരി, ഈ നോൺ സെൻസിന് അവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കേ വേണ്ടത്. കാരണം പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ഇതേപോലത്തെ ആൾക്കാര് എന്ത് മെസ്സേജാണ് ഇവർ കൊടുക്കുന്നത്? ഒരു പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ഇതുപോലെ മറ്റുള്ളവരെ അവരുടെ ദേഹത്ത് ഹിജാബ് കെട്ടിവെക്കാനും, ഹിജാബ് ഇട്ടാ നിങ്ങൾ വാവ് സൂപ്പറാ ഇருக்கு അഴകാ ഇருக்கு എന്ന്, എന്തു അഴകാ ഇருக்கு? ഇവർക്കെന്ത് തലയ്ക്ക് വെളിവില്ലേ? ഒരു കറുത്തിട്ടുള്ള ഒരു തുണിക്കഷ്ണം കൊണ്ടുവന്നിട്ട് നിങ്ങളെ മൂടിയിട്ട് നിങ്ങളുടെ കണ്ണ് മാത്രം വെളിയിൽ കാട്ടിയിട്ട് എന്നിട്ട് പറയുന്നു വാവ് സൂപ്പർ അഴകാ ഇருக்கு. എന്നെ അഴകാ ഇരിക്കുന്നാ പറയുന്നത് ഈ വാഴക്കൊല ചാക്കി മൂട്ടിയ പോലെ മൂട്ടി വെച്ചിട്ട്. എന്നെ അഴകാ? എനിക്കറിയാൻ പാടില്ല. എന്തായാലും ശരി, ഇതേപോലുള്ള അവതാരികമാരും അവതാരകന്മാരും ഒക്കെ ഇനി നമ്മുടെ നാട്ടിലും അധികം താമസിയാണ്ട് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതൊക്കെ ഒരു മതം വിക്കലിന്റെ ഭാഗമാണ്. ഇത് സത്യമായിട്ടും മതം വിക്കലിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന വളരെ സക്സസ് ആയിട്ടുള്ള, അതായത് കൃത്യമായ അജണ്ടയോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിലെ കുട്ടികളെ, പ്രത്യേകിച്ചും പെൺകുട്ടികളെ വലവീശി പിടിക്കാനുള്ള ഒരു പരിപാടിയായിട്ടേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ എല്ലാവരും സൂക്ഷിക്കുക. ഈ ജാതി കോലം കെട്ടുന്നത് ആര് കണ്ടാലും ശരി പ്രതികരിക്കുക, അതിനെതിരെ പ്രതികരിക്കുക. കാരണം ഈ പറയുന്ന ആൾക്കാരെ, നമുക്ക് ഒരാൾക്കാരോടും യാതൊരു തരത്തിലുള്ള അയിത്തക്കേടോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല. പക്ഷെ അവരവർ ഇരിക്കേണ്ട സ്ഥാനത്ത് അവരവർ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായി തീരും. അതാണ് കാര്യം. നിങ്ങൾ ഇരിക്കേണ്ടത് നിങ്ങൾ ഇരിക്കണം. നിങ്ങൾ ഏത് മതമോ ജാതിയോ വർഗമോ ആരോ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ ഇരിക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ ഇരുന്നാൽ മതി. അപ്പൊ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല. കാരണം ഇത് അനുഭവം കൊണ്ട് നമ്മൾ ഒരുപാട് കാലം കൊണ്ട് നമ്മൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ നമുക്ക് വർഗീയതയാണ് അല്ലെങ്കിൽ നമ്മൾ വർഗീയത പറയാണ് എന്ന് മതേതരന്മാർ പറയാൻ വന്നാൽ അത് സമ്മതിച്ചു തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം അനുഭവം കൊണ്ടാണ്. അനുഭവമാണ് ഗുരു. കേരളത്തിന്റെ ഏറ്റവും വലിയ എഴുത്തുകാരി, ബാക്കിയുള്ള എല്ലാ കഥകളും പൊക്കോട്ടെ, കേരളത്തിന്റെ ഏറ്റവും വലിയ എഴുത്തുകാരി അവര് മാധവിക്കുട്ടി, കേരളത്തിന്റെ ഏറ്റവും വലിയ എഴുത്തുകാരിയായ മാധവിക്കുട്ടിയെ കൊണ്ടുപോയിട്ട് മതം മാറ്റിയ നാടാണ് നമ്മുടെ നാട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വർഗീയത ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ മതം മാറ്റ പരിപാടിക്ക് നടക്കുന്നത്? മാധവിക്കുട്ടി എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ മതം മാറ്റം നടന്നത്, അതായത് എന്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു 67 വയസ്സുള്ള സമയത്ത്, അതായത് ഒരു അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ ചാലിയാറിന്റെ തീരത്ത് റിസോർട്ടിന്റെ പടവുകളിൽ കൊണ്ടുപോയിട്ടിട്ട് ബലാത്സംഗം ചെയ്തത് ആരാണ്? ബലാത്സംഗം ചെയ്തത് അബ്ദുൾ സമദാനി എന്ന് പറയുന്ന ഗംഭീര വീരനായകൻ. നമ്മുടെ നാട്ടില് സോഷ്യലായും അല്ലാതെയും ഉള്ള ഗംഭീര വീരനായകൻ, തലയിൽ തലപ്പാവൊക്കെ വെച്ച് കൊമ്പൻ മീശയൊക്കെ വെച്ച് ഗംഭീരമായിട്ട് നടക്കുന്ന നമ്പർ 1 ജിഹാദിയാണ് അയാള്. ആ നമ്പർ 1 ജിഹാദിയാണ് ആരെ മതം മാറ്റിയത്? കമലാസുരയ്യയാക്കി മാറ്റിയത്. മാധവിക്കുട്ടിയെ കമലാസുരയ്യയാക്കി മാറ്റിയതിന് മുമ്പ് ആ സ്ത്രീയെ കൊണ്ടുപോയിട്ടിട്ട് ചാലിയാറിന്റെ തീരത്ത് കൽപ്പടവളിൽ കൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്തതിന് ശേഷം മാധവിക്കുട്ടി ബഹളം വെച്ചപ്പോഴ് കല്യാണം കഴിക്കാമെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തു. കല്യാണം കഴിക്കാമെന്ന് ഉറപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോ ഒരു കണ്ടീഷൻ, എന്ത്? നിങ്ങൾ ഞങ്ങളുടെ കാൽക്കലിക്ക് വന്നു കഴിഞ്ഞല്ലോ, ഞങ്ങളുടെ കാൽക്കലിക്ക് വരാനാണ് നിങ്ങൾ ഇട്ടിട്ട് ബലാത്സംഗം ചെയ്തത്. ആ ബലാത്സംഗം ചെയ്തപ്പോ മാധവിക്കുട്ടി കയ്യും കാലും വിട്ടുമടിച്ച് രോദിച്ച് ബഹളമുണ്ടാക്കിയപ്പോ ഞാൻ നിങ്ങളെ കെട്ടിക്കോളാം എന്നൊരു വാക്ക് കൊടുത്തു. ആ കെട്ടിക്കോളാം എന്നൊരു വാക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് വെച്ച ഒരു തരത്തിലുള്ള എന്താ പറയാ ഒരു കണ്ടീഷനാണ്, നിങ്ങള് മതം മാറണം. അതായത് ഒരു സ്ത്രീയുടെ സമ്മതം കൂടാതെ അവരെ കൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്തിട്ട് അവര് കിടന്ന് ബഹളം വെക്കുമ്പോ അവരോട് പറയാണ് ഞാൻ നിങ്ങളെ കെട്ടിക്കോളാം. അത് കഴിഞ്ഞിട്ട് കെട്ടാനുള്ള ഒരു കണ്ടീഷൻ എന്താണെന്നറിയോ? മതം മാറണം. അപ്പോ
പ്രേമത്തിനും പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്കും യാതൊന്നിനും എല്ലാത്തിനും മതം അടിസ്ഥാനമാണ്. അപ്പോ മതം മാറാനായിട്ട് മാധവിക്കുട്ടി സമ്മതിക്കുന്നു. കാരണം മാധവിക്കുട്ടിക്ക് പ്രണയം ഇങ്ങനെ പൂത്തൊലഞ്ഞു നിൽക്കുമായിരുന്നില്ലേ? 67 വയസ്സുള്ള സമയത്ത് മാധവിക്കുട്ടിക്ക് പ്രണയം പൂത്തുലഞ്ഞു നിന്നിട്ട് സഹിക്കാൻ പറ്റാണ്ടായി നിൽക്കുമ്പോ പച്ചയ്ക്ക് തന്നെ ഞാൻ പറയട്ടെ, അവരുടെ കാമം ശമിപ്പിക്കാനാണോ അതോ മറ്റെന്തെങ്കിലുമൊക്കെ ശമിപ്പിക്കാനാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ ആ സമയത്ത് അവരവരുടെ എന്താ പറയാ പ്രേമം ശമിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രേമഭാജനത്തെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മത തീവ്രവാദിയായ അബ്ദുൽ സമദാനി എന്ന് പറയുന്ന ഒരു വീരപുരുഷനെയാണ് അവർക്ക് കാമുകനായിട്ട് ലഭിച്ചത് 67-ാമത്തെ വയസ്സിൽ. അപ്പോ ആ കാമുകന് വേണ്ടിയിട്ട് ദാഹിക്കുമ്പോൾ മതം മാറാനും മാധവിക്കുട്ടി തയ്യാറായി. മാധവിക്കുട്ടിയെ പോലെയുള്ള ഇത്രയും വലിയ ബുദ്ധിമതിയായ കഴിവുള്ള ഒരു എഴുത്തുകാരി ഈ പറയുന്ന മതം മാറ്റത്തിന്റെ മുൻപിലും കൂപ്പുകുത്തി വീണു, മതം മാറാൻ തയ്യാറായി. ഉടനെ പാളയം ഇമാമിനെ വിളിച്ചു വരുത്തി. പാളയം ഇമാമിനെ വിളിച്ചു വരുത്തിയിട്ട് അന്നത്തെ ട്രിവാൻഡ്രം സൗത്ത് പാർക്ക് ഹോട്ടലിൽ ഡിന്നർ ബുക്ക് ചെയ്തു. ട്രിവാൻഡ്രം സൗത്ത് പാർക്ക് ഹോട്ടലിൽ ഡിന്നർ ബുക്ക് ചെയ്തിട്ട് ആ ചടങ്ങിൽ വെച്ചിട്ട് ഇമാമിനെ വിളിച്ചിട്ട് അവരുടെ മതം മാറ്റ ചടങ്ങ് അവിടെ വെച്ച് നടക്കുകയാണ്. അങ്ങനെ മാധവിക്കുട്ടി മതം മാറി കമലാ സുരയ്യയായി. ഈ കമലാ സുരയ്യയായി കഴിഞ്ഞതിന് ശേഷമാണ് ഈ പെട്ടതിന് ശേഷം പെടഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് അത്രയും ബുദ്ധിമതിയായ എഴുത്തുകാരിക്ക് പോലും മനസ്സിലാവാനായിട്ട് അങ്ങനെ പെടേണ്ടി വന്നു. ഈ വർഗങ്ങളുടെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ അടച്ച ഒരു മതത്തിനെയും ഞാൻ ആക്ഷേപിക്കുകയല്ല, ചില സത്യങ്ങൾ പറയാണ്. അതിനാർക്കെന്ത് തോന്നിയാലും ഐ ഡോണ്ട് കെയർ. അപ്പോ ഇത്രയും വലിയ എഴുത്തുകാരിയായ മാധവിക്കുട്ടിക്ക് ഈ പറയുന്ന തീവ്രത മനസ്സിലാവാനായിട്ട് അതിനകത്തോട്ട് ചെന്ന് തല വെച്ചു കൊടുക്കേണ്ടി വന്നു. ഉടനെ തലവഴി ഈ പറയുന്ന സാധനമെല്ലാം ഇട്ട് മൂടി, ഹിജാബ് എല്ലാം ഇട്ട് മൂടി, പർദ്ദയ്ക്കുള്ളിൽ കയറി ചാക്കും കെട്ടിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് മാധവിക്കുട്ടി ഒരുപാട് വെമ്പൽ കൊണ്ടു. എനിക്ക് ഈ പറയുന്ന ഈ കറുത്ത ചാക്കും കെട്ടിനകത്തുനിന്ന് എനിക്കൊരു മോചനം വേണം. എന്റെ ഭഗവാനാണ് എന്റെ സർവസ്വം, എന്റെ കൃഷ്ണനാണ്, എനിക്ക് അതിനേക്കാളും വിട്ട് വേറെ യാതൊന്നുമില്ല. പക്ഷെ ഈ മതം മാറാനായിട്ട് അവിടെ കൊണ്ടും തീർന്നില്ല. ഈ മാധവിക്കുട്ടിയെ പിടിച്ച് മതം മാറ്റിക്കഴിഞ്ഞിട്ട് സൗദി അറേബ്യൻ ജാലിയത്തിൽ നിന്ന് $10 ലക്ഷം അബ്ദുൽ സമദാനി കൈപ്പറ്റിയത്. ഇത് നമ്മുടെ പബ്ലിക്കിന്റെ മുൻപിൽ നടന്ന സത്യസന്ധമായ ഒരു കാര്യം ഞാൻ ഈ പറയുന്നത്. തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് തരാം. എന്തെങ്കിലും പേര് നിങ്ങൾ മറക്കണ്ട. സൗദി അറേബ്യൻ ജാലിയത്തിൽ നിന്ന് $10 ലക്ഷം അബ്ദുൽ സമദാനി കൈപ്പറ്റിയത്. ഇത്രയും വലിയ കേരളത്തിന്റെ എഴുത്തുകാരിയെ മതം മാറ്റിയതിന് വാങ്ങിയ കൂലി $10 ലക്ഷം ആണ്. ഈ $10 ലക്ഷം കൈപ്പറ്റിയിട്ടാണ് ഈ പറയുന്ന മാധവിക്കുട്ടി എന്ന് പറയുന്ന എഴുത്തുകാരിയെ ഈ തീവ്രവാദി സംഘം കൊണ്ടുപോയിട്ട് മതം മാറ്റിയത്. അവിടെ കൊണ്ടും തീർന്നില്ല. അവസാനം അങ്ങോട്ട് കയറിയ ചാക്കും കെട്ടിനകത്തൊന്ന് ഇങ്ങോട്ടൊന്ന് രക്ഷപ്പെടണമെന്ന് മാധവിക്കുട്ടി ചിന്തിച്ചപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. മാധവിക്കുട്ടിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു മോചനം കിട്ടിയില്ല. അവര് തിരിച്ചിങ്ങോട്ട് ഇറങ്ങാൻ നോക്കിയപ്പോഴ് കൊന്നു കളയുമെന്നായിരുന്നു ഭീഷണി. മാധവിക്കുട്ടി തിരിച്ച് സ്വന്തം മതത്തിലോട്ട് വരണമെന്ന് ആഗ്രഹിച്ചപ്പോഴ് അവരെ കൊന്നു കളയുമെന്നായിരുന്നു ഭീഷണി. അവരെ മാത്രമല്ല, അവരോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന പല മക്കളെയും കൊന്നു കളയുമെന്നായിരുന്നു ഭീഷണി. മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ തീവ്രത മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഞാൻ പറയാച്ചാല്, അതായത് മോനു നാലപ്പാടിനെ പോലുള്ളവര് മാധവിക്കുട്ടി എന്ന് പറയുന്ന അമ്മയുടെ കയ്യും കാലും പിടിച്ചിട്ട് അവർക്ക് കേരള മണ്ണിലേ ജീവിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ജീവനും കൊണ്ട് ഇവിടുന്ന് ഓടി. അവസാനം പൂനെയിലങ്ങാണ്ട് പോയി കിടന്നിട്ട് മരിച്ചത്. ഈ പൂനെയിലങ്ങാണ്ട് പോയി കിടന്ന് മരിക്കും കാലത്ത് അമ്മയെ ദയവ് ചെയ്ത് മതം മാറല്ലേ, വീണ്ടും നിങ്ങളുടെ മതത്തിലോട്ട് തിരിച്ചു പോകരുത്, കാരണം ഞങ്ങളെ പോലുള്ളവരെ വരെ കൊന്നുകളയും, അതുകൊണ്ട് അമ്മ മതം മാറരുത്, അമ്മ സ്വീകരിച്ച മതത്തിൽ തന്നെ നിൽക്കണം. അങ്ങനെ മുസ്ലിമാക്കി കെട്ടിച്ചമപ്പിച്ച് വേഷം കെട്ടിച്ച് പഴച്ചാക്കിൽ കയറ്റി കഴിഞ്ഞിട്ട് ചാക്കും കെട്ടിനകത്ത് കയറി കഴിഞ്ഞിട്ട് വീണ്ടും ചാക്കും കെട്ടിൽ നിന്ന് പുറത്തോട്ട് കടക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ മാധവിക്കുട്ടിക്ക് കടക്കാൻ പറ്റിയില്ല മക്കളെ. ആ മാധവിക്കുട്ടി അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ആ ചാക്കും കെട്ടിനുള്ളിൽ തന്നെ തീരണ്ടി വന്നു. അതാണ് മതം. ഈ അബ്ദുൽ സമദാനി എന്ന് പറയുന്ന വീരപുരുഷൻ ഭഗവത്ഗീതയും പുരാണങ്ങളും പിന്നെ സംഗതികളൊക്കെ ഘോരം പ്രസംഗിക്കുന്ന ആളാണ്. അതെന്തിനാ പ്രസംഗിക്കുന്നതെന്നറിയോ? നമ്മളെ പോലുള്ള ഈ വിഡ്ഢികളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട്. ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള മനുഷ്യര് ഈ പറയുന്ന 4 ശ്ലോകം അത് തെറ്റാതെ ചൊല്ലാൻ അവർക്ക് അറിയില്ല. അവർ ചൊല്ലുന്ന ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാവുന്നവർക്കറിയാം അവർ പറയുന്നത്
ശുദ്ധ വിഡ്ഢിത്തരമാണ്, അതിൽ മുഴുവൻ തെറ്റാണെന്ന്. പക്ഷേ അതിനെക്കുറിച്ച് അറിയാത്തവര്, കാരണം മറ്റുള്ള വിഭാഗക്കാർ മതം പഠിക്കുമ്പോൾ നമ്മളെ ആരും മതം പഠിപ്പിക്കുന്നില്ലല്ലോ. അപ്പൊ നമുക്കറിയുന്നില്ല നമ്മുടെ മതത്തിൻ്റെതായ അടിസ്ഥാനമായ പുരാണങ്ങളും ഇതിഹാസങ്ങളും എന്താണെന്ന് നമുക്കറിയുന്നില്ല. അപ്പൊ നമുക്കത് പുറത്തുനിന്ന് കേൾക്കുമ്പോഴും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവില്ല, കാരണം അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന വീരപുരുഷൻ, ഈ അബ്ദു സമദാനി എന്ന് പറയുന്ന വീരപുരുഷൻ പലതരത്തിലുള്ള ശ്ലോകങ്ങളും പുരാണങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, അയ്യോ ഒരു മുസ്ലിം പറയുന്ന കേട്ടോ, അല്ലെങ്കിൽ തട്ടമിട്ട് ഒരു പെണ്ണുമ്പിള്ള നമ്മുടെ കൃഷ്ണഭക്തി ഗാനം പാടി, അല്ലെങ്കിൽ നമ്മുടെ ഭക്തിഗാനം പാടി. എന്താ ഒരു വായ കൊണ്ടല്ലേ പാടുന്നേ? വേറെ ഏതെങ്കിലും ഭാഗം കൊണ്ടാണോ? ശരീരത്തിൽ വേറെ ഏതെങ്കിലും ഇടം ഉണ്ടോ ഈ പാടാനും പിന്നെ ആടാനും ഒക്കെ? ഇല്ലല്ലോ. അവരും വായ കൊണ്ട് തന്നെ പാടുന്നേ നമ്മളെ പോലെ. എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? തലയിൽ ഒരു തുണിക്കഷ്ണം ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ഈ മുസ്ലിം പെണ്ണുങ്ങളായാലും മുസ്ലിം ആണുങ്ങളായാലും ഈ തലയിൽ ഇങ്ങനെ ഒരു കോലം കെട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ എന്താണ് പ്രത്യേകത നമ്മളെക്കാൾ വിട്ടിട്ട്? ഒന്നുമില്ല. അപ്പോ ഇതേപോലെയുള്ള, അതുപോലെ തന്നെ നമ്മുടെ അശോകന്റെ മകള് അഖിലഹാദിയ വിഷയം കത്തി നിന്നത് നമ്മുടെ നാട്ടിലാണ്. അഖിലഹാദിയ, ഈ അഖിലയ്ക്ക് ഇപ്പോഴും അതിൽ നിന്നൊരു മോചനമില്ല. അഖില ഏതോ ഒരു ജിഹാദിയുടെ കൂടെ, ഒരു തീവ്രവാദി ജിഹാദിയുടെ കൂടെ പോയി ആ തീവ്രവാദി എവിടെയോ പൊട്ടിത്തെറിച്ചു എന്നാണ് കേട്ടത്. അപ്പൊ ആ തീവ്രവാദി പൊട്ടിത്തെറിച്ചു, എന്നാൽ അവൾക്ക് തിരിച്ച് അവളുടെ കുടുംബത്തോട്ട് വരെ ആകെ ആണും പെണ്ണുമായിട്ട് ഒരു മകളെ ഉള്ളൂ. ഈ അശോകൻ എന്ന് പറയുന്ന വ്യക്തിക്ക്, അയാൾ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനാണ്, ആയിരുന്നു. ഇനിയിപ്പോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഈ കൂടുതലും ഈ മതം പടർന്നു കയറുന്നത് ഈ പറയുന്ന സ്വാതന്ത്ര്യം, സോഷ്യലിസം, മാങ്ങാത്തൊലി എന്നൊക്കെ പറയുന്ന നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടല്ലോ, ഈ കമ്മ്യൂണിസത്തിനകത്താണ് ഈ പറയുന്ന ജിഹാദിസം നുഴഞ്ഞു കയറുന്നത്. അപ്പൊ പകല് മുഴുവനും കമ്മ്യൂണിസം ചുവന്ന കളറായിരിക്കും, രാത്രിയാവുമ്പോ കമ്മ്യൂണിസം പച്ച കളറാവും. അപ്പൊ ആ നുഴഞ്ഞു കയറുന്ന കമ്മ്യൂണിസത്തിനകത്തെ ജിഹാദിസമാണ് ഈ ലോകത്തെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നശിപ്പിക്കലിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന തോന്നിവാസങ്ങളാണ് ഞാനിപ്പോ ഈ പറയുന്നത്. ആ അശോകൻ എന്ന് പറയുന്ന ആൾക്ക് അഖില എന്ന് പറയുന്ന ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ, ആണും പെണ്ണുമായിട്ട്. ഇപ്പോഴും അവരെ പഠിപ്പിച്ച് മറ്റേ ഹോമിയോ ഡോക്ടറോ അങ്ങനെ എന്തൊരു ഡോക്ടർ ആക്കി എന്ന് പറയുന്നുണ്ട്. കൊണ്ടുപോയിട്ട് ഈ പറയുന്ന മതത്തിനകത്ത് തല വെച്ച് കൊടുത്തു. അവസാനം മതത്തിനകത്ത് തല വെച്ച് കൊടുത്തതും ഇനി അതിന്റെ ഉള്ളിൽ നിന്ന് ഊരിപ്പോ അവനെങ്ങാണ്ട് എവിടെയെങ്ങാണ്ട് പോയിട്ട് പിന്നെ പൊട്ടിത്തെറിച്ച് പോയി എന്നാണ് കേട്ടത്. അത് കഴിഞ്ഞിട്ടും അവൾ ഒറ്റപ്പെട്ടിട്ടായാലും അവളുടെ ചുറ്റും ഇപ്പൊ ആൾക്കാരാണെന്നാ പറയുന്നത്. ഈ തീവ്രവാദ ചിന്താഗതിയുള്ള ഈ പറയുന്ന മതത്തിന്റെ ആൾക്കാര് ചുറ്റും വളയപ്പെട്ട് ഏതോ ഒരു ഉഗാണ്ടയിൽ പോലത്തെ ഒരു സ്ഥലത്ത് അന്തോ കുന്തോ ഇല്ലാതെ അവൾ ഇപ്പൊ ജീവിക്കുന്നുണ്ട്. അവൾക്ക് അതിൽ നിന്ന് മോചനമില്ല. അവൾ ഇനി മുസ്ലിമായിട്ട് തന്നെ മരിക്കും. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന തോന്നിവാസങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ലല്ലോ. അഖിലഹാദിയ വിഷയം നിങ്ങൾക്കറിയാവുന്നതാണ്. അവളുടെ അച്ഛൻ അതിനുശേഷം അവളെ കാണാനും വിളിക്കാനും ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ അവൾ വരില്ല. അവളുടെ അടുത്തോട്ട് ഒരാൾ ചെല്ലുമ്പോൾ അവരെ നോക്കാൻ പോലും അവിടെ വാച്ച് ചെയ്യാനായിട്ട് ചുറ്റുപാടും ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്ക് അവിടെ കിടന്ന് മരിക്കേ നിവൃത്തിയുള്ളൂ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം മതത്തിന്, ഞാൻ ആ മതത്തിനെ ആക്ഷേപിക്കുകയല്ല, മുസ്ലിം മതത്തിനകത്തോട്ട് ചെന്ന് തല വെച്ച് കഴിഞ്ഞാൽ കീരി വളഞ്ഞിട്ട പാമ്പാണ്. അവിടെ കിടന്ന് മരിക്കേണ്ടി വരും നിങ്ങൾ. കീരി വളഞ്ഞിട്ട പാമ്പെന്ന് പറഞ്ഞാല് ഒരു പാമ്പിനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കാരണവന്മാര് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. കീരി പാമ്പിനെ ചുറ്റും ഇങ്ങനെ നടന്ന് മൂത്രമൊഴിക്കുന്നു. അപ്പൊ അതിന് പിന്നെ എവിടെയും പോകാൻ പറ്റില്ല, അത് അവിടെ കിടന്ന് ചാവുന്ന പറയുന്നത്. ഒരു മോചനമില്ലാത്ത ജന്മമാവും മാധവിക്കുട്ടിയുടെ പോലെ. അപ്പൊ മാധവിക്കുട്ടി വയസ്സാം കാലത്ത് പോയിട്ട് തല വെച്ച് കൊടുത്ത പോലെ അവരുടെ ജീവിതം അവസാനിച്ചു, അതെല്ലാം കഴിഞ്ഞു, അതൊക്കെ തീർന്ന് അടഞ്ഞുപോയ അധ്യായങ്ങളാണ്. നമ്മുടെ മുൻപില് കത്തി നിൽക്കുന്ന വിളക്ക് പോലെ പരിശുദ്ധമായ സത്യങ്ങളാണ് ഇത് മുഴുവൻ. അപ്പോ നാളെ നമ്മുടെ നാട്ടിലും കമ്മ്യൂണിസ്റ്റ് ആണ് ഭരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റിന് മതമില്ല, ജാതിയില്ല, യാതൊന്നുമില്ല. പക്ഷെ രാത്രിയാവുമ്പോൾ അവർക്ക് ജാതിയുണ്ട്, മതമുണ്ട്, പച്ച കളറാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ചാനൽ അവതാരികമാര് നിങ്ങൾക്ക് ഹിജാബ് ധരിപ്പിക്കാം, നിങ്ങളെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ചാക്കും കെട്ടിനകത്തോട്ട് കയറ്റാൻ നിങ്ങൾ തയ്യാറായാൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ പറയാ, എനിക്ക് താല്പര്യമില്ല, എന്റെ ദേഹത്ത് നിങ്ങൾ ടച്ച് ചെയ്യാൻ വരെ വരണ്ടാന്ന്. അത്രേ വേണ്ടു. അത് ബുദ്ധി. അതല്ലാത്തവര് വിഡ്ഢികളായിട്ട് അതിനകത്തോട്ട് കയറാനായിട്ട് ഈസിയാണ്, അങ്ങോട്ട് കയറാൻ ഈസിയാണ്, ഹിജാബിന്റെ ഉള്ളിലോട്ട് കയറാൻ ഈസിയാണ്. പക്ഷെ ഹിജാബിന്റെ ഉള്ളിൽ നിന്ന് ജീവിതാന്ത്യം വരെ പുറത്തു വരാന്ന് നിങ്ങൾ ആരും ധരിക്കേണ്ട. നമ്മുടെ പൊന്നോമന മക്കളെ എല്ലാ അച്ഛനമ്മമാരും പറഞ്ഞു മനസ്സിലാക്കുക. മക്കളെ ദിവസവും ഇത് പറഞ്ഞു മനസ്സിലാക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കുക. ചോരത്തിളപ്പ് കൊണ്ട് ചിലപ്പോൾ കേട്ടു എന്ന് വരില്ല,
അപ്പോ പെട്ടതിന് ശേഷം പെടഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഇന്നത്തെ ഒരു വിഷയം. അപ്പോ എല്ലാവർക്കും സുഖമായിട്ടിരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ. എല്ലാവർക്കും നമസ്തേ. താങ്ക് യു. ജയ് ഹിന്ദ്.